കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രിയദർശൻ എന്ന ഡയറക്ടറെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സത്യനന്ദിക്കാട് എന്ന ഡയറക്ടറെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രിയദർശനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ടേഴ്സിനെ ഒരു അന്നത്തെ ആക്ടേഴ്സൊന്നും ഇന്നില്ല എന്നൊരു സങ്കടമൊക്കെ പറയുന്നത്, അതേ സങ്കടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യനന്ദിക്കാട്. അതെ, പക്ഷേങ്കിൽ സത്യനന്ദിക്കാട് ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്ര അല്ലെങ്കിൽ ആക്ടേഴ്സിനെ വെച്ചിട്ട് ആ കഥാപാത്രങ്ങളെ ഫില്ല് ചെയ്തു പോകുന്നത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടു. സത്യം പറഞ്ഞാൽ സത്യനന്ദിക്കാട് പരാജയത്തിൽ തുടങ്ങിയൊരു മനുഷ്യനാണ്. കാരണം ആദ്യത്തെ സിനിമ മുടങ്ങിപ്പോവുക ചെയ്തിട്ടാണ് പിന്നീട് കുറുക്കൻ്റെ കല്യാണം എന്ന സിനിമ ഫസ്റ്റ് കുറുക്കൻ്റെ കല്യാണമാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലകളിലൊക്കെ ഒരു അന്ധവിശ്വാസങ്ങൾ ഉള്ളൊരു മേഖല തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ആദ്യൊരു സിനിമ മുടങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ അയാളൊരു ആ സിനിമ രാശിയില്ലാത്തൊരു സംവിധായകൻ. അവിടെ നിന്ന് തുടങ്ങി ഇന്ന് വിജയത്തിൻ്റെ പാതയിലൂടെ ചെറിയ കുറച്ച് പടങ്ങളൊക്കെ പരാജയപ്പെടുകയും പിന്നീട് വലിയ വലിയ വിജയങ്ങൾ നേടിയ ഒരു സംവിധായകനാണ്. പിന്നെ ഫാമിലിക്ക് വീട്ടിലൊരു 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പേരാണ് സത്യനന്ദിക്കാട്. ആ പേരിനൊരു വിലയുണ്ട് നമുക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സംവിധായകർ പലരും ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയി. ഫാസിലായിക്കോട്ടെ, രാജസേനനായിക്കോട്ടെ, പ്രിയദർശനായിക്കോട്ടെ, അന്നത്തെ സംവിധായകർ പലരും ഫീൽഡ് ഔട്ടായി എന്ന് പറയാൻ മാത്രമല്ല, അവരുടെ സിനിമകൾ അന്നത്തെ ഒരു വിജയമോ അല്ലെങ്കിൽ സ്വീകരണമോ ഇന്നത്തെ ജനറേഷന് കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോഴും സത്യനന്ദിക്കാട് സിനിമകൾക്ക് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ അല്ലെങ്കിൽ അറിയാൻ, ആസ്വദിക്കാൻ പലതും ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കള് 2 പേരുണ്ട്. അനൂപ് സത്യൻ, അഖിൽ സത്യൻ. അഖിൽ സത്യന്റെ പടപ്പ് വരാൻ പോകുന്നു നിവിമുള്ളിൽ വെച്ചിട്ട്. അനൂപ് സത്യൻ ഇതിനു മുന്നേ തന്നെ അത് വരേണ്ട ആവശ്യമുണ്ട്, പാച്ചുന്റെ അത്ഭുത വിളക്കൊക്കെ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് തന്നെ വർക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ രാജസേനൻ, കമൽ, സിബി മലയൻ ഇവരൊക്കെ ഇപ്പോൾ സിനിമകൾ ചെയ്യുന്ന കുറവാണ്. ചെയ്ത് കഴിഞ്ഞാലും എത്രത്തോളം ചെയ്ത് ഇപ്പോൾ അടുത്തിറങ്ങിയ ചിത്രങ്ങളൊന്നും അധികം വിജയിച്ചിട്ടില്ല. പക്ഷെ സത്യനന്ദിക്കാട് വളരെ വ്യത്യസ്തമായി ഇപ്പോഴും ഇപ്പോൾ ഹൃദയപൂർവ്വം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധായകൻ തന്നെയാണ്. പിന്നെ എന്താ പറയുക, സത്യനന്ദിക്കാട് സിനിമ എടുത്തു പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് സന്ദേശം എന്ന സിനിമ. സന്ദേശം ഇല്ലാതെ ഇപ്പോഴും അതേ ആ സിനിമയെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സന്ദേശം എന്ന സിനിമ എടുക്കുമ്പോൾ 6 വർഷം മുന്നേ തന്നെ ഇതിൻ്റെ കഥകൾ 2 പേരും ശ്രീനിവാസനും സത്യനന്ദിക്കാടും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വേണ്ട, ഈ കഥ വേണ്ട, നമുക്ക് ഈ സിനിമ എടുക്കേണ്ട രീതിയിലൊക്കെ ആയിരുന്നു സന്ദേശം സിനിമ. അപ്പോൾ ലോഹിദാസ് ഒരു ദിവസം ഇങ്ങനെ സത്യനന്ദിക്കാട് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, സത്യ പടം ഒന്നും ചെയ്യുന്നില്ലേ? ഒരെണ്ണം ചെയ്യണം, ഒരു ചെറിയൊരു കഥയുണ്ട്. അങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ലോഹിദാസ് പറഞ്ഞു, ഒരിക്കലും കഥ വിട്ടുകൊടുക്കരുത്, ചെയ്യണം, കളയരുത്. അങ്ങനെ ചെയ്തൊരു സിനിമയാണ് സന്ദേശം എന്ന സിനിമ. ഇപ്പോഴും നമ്മൾ ഒരു ചെറിയൊരു ട്രോൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഈ സന്ദേശത്തിന്റെ ഒരു ഡയലോഗ് കടന്നു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സന്ദേശത്തിന്റെ ഡയലോഗും പിന്നെ അതിന്റെ പോസ്റ്ററൊക്കെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. സത്യനന്ദിക്കാടിന്റെ എല്ലാ സിനിമകളും എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അന്ന് കാണുമ്പോൾ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരം തൊഴിലില്ലായ്മ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം, ഇതൊക്കെ സത്യനന്ദിക്കാടിന്റെ സിനിമകളിലൂടെ വന്നു പോയിട്ടുണ്ട്. സത്യനന്ദിക്കാടിന്റെ സിനിമയുടെ തമാശകൾ വളരെ നിഷ്കളങ്കമായ തമാശകളായിരിക്കും. ഇപ്പോൾ എല്ലാവരും പറയുന്ന സത്യനന്ദിക്കാടിൻ്റെ ബെസ്റ്റ് മൂവി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് സന്ദേശം, പിൻഗാമി എന്നൊക്കെ എടുത്ത് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മഴവിൽക്കാവടി, പൊന്മുട്ടിണ താറാവ്. മഴവിൽക്കാവടിയുടെയും പൊന്മുട്ടിണ താറാവ് രഘുനാഥ് പല്ലേര് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മഴവിൽക്കാവടിയിലൊക്കെ ലെജൻഡ്സ് ആക്ടേഴ്സാണ്. പൊന്മുട്ടിണ താറാവിലൊക്കെ ഭയങ്കര ലെജൻഡായ ആൾക്കാരാണ്. ഇപ്പോൾ അവരില്ല. എന്താ പറയുക, ഇപ്പോൾ അതിൽ പൊന്മുട്ടിണ താറാവിൽ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് ഡാൻസ് ടീച്ചർ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കമ്മൽ പണയം വയ്ക്കാൻ വരും. അപ്പോൾ കമ്മൽ പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ശ്രീനിവാസൻ തട്ടാൻ ഭാസ്കർ അത് കൊണ്ടുപോയിട്ട് ഹാജരുടെ അടുത്ത് പോയിട്ട് പണയം വയ്ക്കാൻ നോക്കും. അപ്പോൾ അദ്ദേഹം കമ്മൽ വാങ്ങാതെ ആ കാശും കൊണ്ട് നേരെ തിരിച്ചു വന്ന് കാശ് തട്ടാൻ ഭാസ്കറിന്റെ കയ്യിൽ കൊടുത്ത് നേരെ ഡാൻസ്കാരെ ടീച്ചറുടെ അടുത്തേക്ക് ഓടി വരാണ് തട്ടാൻ ഭാസ്കരെ. എന്നിട്ട് പൈസ കൊടുത്തിട്ട് പറയും, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി, തരാം, എന്താണ് ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടീച്ചർ തിരിച്ച് പറയും,
ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയും. മറക്കണം. അപ്പോൾ തട്ടാഭാസ്കർ അത് പറയാണ്, തിരിച്ചു ഡയലോഗ് പറയാണ്, മറക്കണം, ഓർക്കാൻ വേണ്ടി ഞാനിപ്പോൾ ആർക്കും ഒന്നും ചെയ്യാറില്ല. 10 വർഷം മുന്നേ എനിക്ക് ആ സിനിമ ഡയലോഗ് മാത്രമാണ്, പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അത് എത്രയോ വലിയൊരു അർത്ഥമുള്ളൊരു. അതെ, നമ്മള് കഥാപാത്രം ഇപ്പൊ മോഹൻലാൽ അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളും തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ശോഭനയുടെ കഥാപാത്രം ചോദിക്കുമ്പോൾ അത് ആ പ്രായത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. ആ കഥാപാത്ര ആ ഡയലോഗിന്റെ ഡെപ്ത് എത്രത്തോളമാണ്, അത് എത്രത്തോളം ഉള്ളിൽ തട്ടിയാണ് എഴുതിയേക്കുന്നതെന്നൊക്കെ. എഴുത്തിന്റെ കാര്യം പറയുമ്പോൾ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് പറയാതിരിക്കാൻ ടി പി ബാലഗോപാലനാണെന്ന് തോന്നുന്നു എനിക്ക് സത്യനന്ദിക്കാടും ഒരുമിച്ച് കൂട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സത്യനന്ദിക്കാടും ശ്രീനിവാസും കൂട്ടുകെട്ട് നർമ്മത്തിന്റെ ഒപ്പം മർമ്മം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരാണ്. അത് പിന്നീടാണ് മനസ്സിലാവുക നമുക്ക്. ചെറു കുഞ്ഞു കുഞ്ഞു ഡയലോഗ് പോളിനെ കുറിച്ച് സംസാരിക്കരുത്, അതൊരു ചെറിയൊരു തമാശ മാത്രമല്ല, അതിൽ നല്ലൊരു മർമ്മമുള്ളൊരു ഡയലോഗാണ്. സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ശ്രീനിവാസൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ കൂടിയാണ്. ശ്രീനിവാസൻ കണ്ട ജീവിതങ്ങളാണ് അദ്ദേഹം കഥാപാത്രങ്ങളാക്കിയിട്ട് കൊണ്ടുവന്നത്. അതിൽ ആക്ഷേപഹാസ്യം ഉണ്ടായിരുന്നു. ആക്ഷേപഹാസ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പരിഹസിച്ചുകൊണ്ട് പറയുന്നത് അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സംവിധായകൻ എന്ന നിലയിൽ സത്യനന്ദിക്കാടിന്റെ കൈയും കൂടെ വരുമ്പോൾ അത് ഏറ്റവും മികച്ചൊരു സാധനമായിട്ട് നമ്മുടെ മുന്നിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയും സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട്, നമ്മളെല്ലാവരും വിചാരിക്കുന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് ഭയങ്കര ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല വിചാരിക്കുന്നത്, പക്ഷെ വളരെ കുറവ് ചിത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും നമുക്കതൊരു ഫ്രഷ്നെസ് ആണ് അവരുടെ ഇതൊക്കെ. എനിക്ക് തോന്നുന്നു പിൻഗാമി കഴിഞ്ഞിട്ട് 12 വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളിക്കാരൻ മോഹൻലാൽ വെച്ചിട്ട് സിനിമ ചെയ്യുന്നത്. അത് രസതന്ത്രമാണ്. പിന്നെ അത് എത്ര വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ രസതന്ത്രം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരാളാണ്. അന്ന് ആ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ 10 വർഷങ്ങൾക്ക് ശേഷം സത്യനന്ദിക്കാട് മോഹൻലാൽ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയുടെ മാർക്കറ്റിംഗ് തന്നെ നടക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ചിന്താ വിഷയം, സ്നേഹവീട്, അങ്ങനെ തുടർച്ചയായി ഇപ്പൊ ഹൃദയപൂർവ്വത്തിൽ പിന്നെ സത്യനന്ദിക്കാടിന്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സത്യനന്ദിക്കാട് നായികമാരെ യൂസ് ചെയ്യുന്നതാണ്. സംയുക്ത വർമ്മ, ഉർവശി, ശോഭന, ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഏറ്റവും നല്ല വേർഷൻ ആയിരുന്നു. അതായത് അഭിനേതാക്കൾ എന്ന് പറയുന്ന നിലയിൽ ഉർവശിന്റെ ഒക്കെ ഒരു നല്ലൊരു വേർഷൻ. ഇപ്പൊ പൊന്മുട്ടിയുടെ താറവാക്കാണെങ്കിൽ ഇത്തിരി കുശുമ്പുള്ള ഒരു നായിക, ആ ഒരു ശോഭന ആയിക്കോട്ടെ, പാർവതി ആയിക്കോട്ടെ, അവരുടെയൊക്കെ നല്ലൊരു പ്ലേസ് കൊടുത്തിട്ട് അവരെ നന്നായി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അസീൻ, നയൻതാര, സംയുക്ത വർമ്മ. വീട്ടിൽ ചില വീട്ടുകാര്യങ്ങളിൽ സംയുക്ത വർമ്മ വരുമ്പോൾ പുള്ളി ഒരു മാഗസിനിലെ മുഖചിത്രം കണ്ടിട്ടാണ് പുള്ളിക്കാരി വിളിച്ചത്. അന്നത്തെ സംസ്ഥാന അവാർഡ് സംയുക്ത വർമ്മയ്ക്കാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ സംസ്ഥാന അവാർഡ് എന്ന് പറയുമ്പോൾ 1989 മഴവിൽക്കാവടി എന്ന സിനിമ ഇറങ്ങുന്നത്. മഴവിൽക്കാവടി എന്ന സിനിമയിൽ നായിക സിത്താര എന്നൊരു നടിയാണ്. പക്ഷെ അതിൽ അവാർഡ് കിട്ടുന്നത് ഉർവശിക്കാണ്. വളരെ 10-15 മിനിറ്റ് ആ സിനിമയിലുള്ളൂ. പക്ഷെ അന്നത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത് ഉർവശി, സഹനടനായിട്ട് ഇന്നസെന്റിനൊക്കെയാണ് കിട്ടുന്നത്. കാരണം മഴവിൽക്കാവടി അത്ര. പിന്നെ അത് മാത്രമല്ല, മഴവിൽക്കാവടിയും പൊന്മുട്ടിയുടെ താറാവ് സിനിമ കാണുമ്പോൾ എനിക്കതൊന്നും അറിയില്ല, ഞാൻ അവരെ ആ നാട്ടിൽ ചെന്ന് പെട്ട പോലെയാവും. ഞാൻ എപ്പോഴും ആ സിനിമ വീട്ടിൽ പോയി സിനിമ കാണുന്നത് വീട്ടിലായിരിക്കും കാണാൻ. നമ്മൾ ടി വിയിലാണല്ലോ കാണുന്നത്. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അല്ലെങ്കിൽ ആ നേരത്തൊക്കെ ഈ സിനിമ നമ്മൾ ഇരുന്ന് കണ്ടുപോകും. അതെ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തൊട്ടപ്പുറത്തേത് പറയുന്ന ഭാഷയായിക്കോട്ടെ, ഉപയോഗിക്കുന്ന വാക്കുകളായിക്കോട്ടെ, ശ്രീനിവാസന്റെ എഴുത്തുകളിൽ വരുന്ന ഭാഷ, അത് നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. കഥാപാത്രങ്ങളുടെ പേരായിക്കോട്ടെ, അല്ലെങ്കിൽ വേഷവിധാനങ്ങളായിക്കോട്ടെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിനിമ എടുക്കാം, ഹൃദയപൂർവ്വം. അതിലുപയോഗിച്ചിരിക്കുന്ന 2 സ്റ്റേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന അവരുടെ ഡ്രസ്സിങ്, അവരുപയോഗിക്കുന്ന തിങ്സുകളൊക്കെ ആണെങ്കിലും നമുക്ക് ആ വ്യത്യാസം ഭയങ്കരമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പഞ്ചാബിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആണ് കേരളത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. ഇപ്പോൾ സത്യനന്ദിക്കാട് പറയുമ്പോൾ നമ്മൾ ഓരോ റൂട്ടിലോടുന്ന ഒരു ബസ് പോലെയാണ് സംവിധായകനാണ്. സേഫ് സോണിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. കുടുംബചിത്രങ്ങൾ സഞ്ചരിക്കുന്നത്. വ്യത്യസ്തമായൊരു സിനിമ എടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നു പിൻഗാമി എന്നൊരു സിനിമയെ കുറിച്ച് പറയും. പക്ഷെ എന്നെ അപേക്ഷിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പിൻഗാമിയുടെ ഒപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു പേരാണ് കളിക്കളം എന്ന സിനിമ. 1990 മമ്മൂട്ടിനെ നായകനാക്കിയിട്ട് SN സ്വാമിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്.
അതിന് മുന്നേ അർത്ഥം എന്നൊരു സിനിമ ചെയ്തിട്ട് മമ്മൂട്ടിനെ നായകനാക്കിയിട്ട് അത് ഭയങ്കര ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് പിൻഗാമി ഒരു സത്യനന്ദിക്കാടിന്റെ വ്യത്യസ്ത സിനിമ എന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സത്യനന്ദിക്കാടിനെ നമ്മൾ ആ ജോണറിൽ കാണുന്നില്ല. സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ കുടുംബ സിനിമകൾ എടുക്കുന്ന സംവിധായകൻ. വ്യത്യസ്ത സിനിമ എന്ന് പറയുമ്പോൾ പിൻഗാമി എന്ന് പറയും. പക്ഷെ മറന്നു പോകുന്ന 2 ചിത്രങ്ങളാണ് കളിക്കളം, അർത്ഥമൊക്കെ. കളിക്കളത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ നായകന് പേരില്ല. ഞാൻ പലപ്പോഴും ആ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം അടുത്ത് SN സ്വാമി അത് പറയുമ്പോഴാണ് ഈ നായകന് പേരില്ല എന്ന് പറയുമ്പോഴാണ് ശരിയാണല്ലോ, അത്ര ആസ്വദിച്ച് കണ്ടൊരു സിനിമയാണ്. ഗംഭീര പടമാണ്. അതിൽ ജോൺസൺ മാഷാണെന്ന് തോന്നുന്നു അതിന്റെ സംഗീതമൊക്കെ എഴുതിയിരിക്കുന്നത്. വളരെ നല്ലൊരു ചിത്രമായിട്ട് തോന്നിയിട്ടുണ്ട്. സത്യനന്ദിക്കാടിന്റെ സിനിമകളിലെ ലൊക്കേഷൻസ് ഇപ്പൊ ആദ്യകാല സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും നാട്ടിൻപുറം ലൊക്കേറ്റ് ചെയ്തിട്ടാണ് സിനിമകൾ വരുന്നത്. ഇപ്പൊ 1-2 സിനിമകൾ മാത്രമേ പളനി ഒക്കെ വിട്ടുപോയിട്ടുള്ളൂ. അത് കൂടെ പറയുമ്പോൾ ഇപ്പോൾ സമീപകാലത്ത് വന്ന ഹൃദയപൂർവ്വം, ഒരു ഇന്ത്യൻ പ്രണയകഥ, അതൊക്കെ ഒന്ന് ബോർഡർ താണ്ടി പോകുന്നുണ്ട് എന്നതിന് അപ്പുറത്തേക്ക് സത്യനന്ദിക്കാടിന്റെ ലൊക്കേഷൻ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും നാട്ടിൻപുറം അല്ലെങ്കിൽ ഗ്രാമം, അതാണ് നേരത്തെ അഖിൽ പറഞ്ഞ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമകൾക്കൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ സത്യനന്ദിക്കാടിന്റെ സിനിമകളിൽ പ്രത്യേക നായകന്മാർക്ക് ഫസ്റ്റ് ഹാഫ് ഉത്തരവാദിത്വം ഇല്ലാത്ത നായകന്മാരായിരിക്കും. സെക്കൻഡ് ഹാഫിലായിരിക്കും ഒരു ഉത്തരവാദിത്വം കൂടി വരാം. പല സിനിമകൾ കണ്ടിട്ടുണ്ട്. വിനോദയാത്ര, പിന്നെ ജോമോന്റെ സുവിശേഷം, അങ്ങനെ പല പല സിനിമകളുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് സത്യനന്ദിക്കാടായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ആ പാറ്റേണിലേക്ക് പോകുമ്പോൾ. അപ്പം അതിന് വ്യത്യസ്തമായിട്ടൊരു സിനിമ തന്നെയാണ് ഹൃദയപൂർവ്വം എന്നൊരു സിനിമ. പിന്നെ ഞാൻ ഹൃദയപൂർവ്വം ലോക ഒരുമിച്ചാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ ലോക കാണാനാണ് ഫസ്റ്റ് പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഹൃദയപൂർവ്വം സിനിമ കണ്ടത്. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഹൃദയപൂർവ്വം 11 മണിക്കാണെങ്കിൽ ലോക തുടങ്ങുന്നത് 11:15. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ഹൃദയപൂർവ്വത്തിന് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക. ഫാമിലി എല്ലാവരും, അച്ചാച്ചൻ, അമ്മ, പേരക്കുട്ടികൾ എല്ലാവരും കൂടിയിട്ടാണ് സിനിമ കാണാൻ കയറുന്നത്. അതെനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്ന നായകനെ കൂടി മാത്രമല്ല, അവിടെ ഒരു പേര്, ആ ഡയറക്ടറിന്റെ പേരിന്റെ വിശ്വാസം കൂടിയാണ് അവരെ കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് അടുത്ത കുറിച്ച് പിന്നീട് എപ്പിസോഡിൽ സംസാരിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.